നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എലമെൻ്ററി സിഗ്നൽസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ മോഡലിൽ നോക്കാൻ പോകുന്നത് എലമെൻ്ററി സിഗ്നൽസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, അതായത് നമ്മൾ ടോട്ടലി പറയുമ്പോൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ആണ് എലമെൻ്ററി സിഗ്നൽസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഇതിൻ്റെ കണ്ടിന്യൂസും ഉണ്ട് ഡിസ്ക്രീറ്റും ഉണ്ട്, നമ്മൾ രണ്ടും പറയും. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ആദ്യം കണ്ടിന്യൂസ് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ടൈം ഫംഗ്ഷൻ ആണെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണെങ്കിൽ അതിനെ നമ്മൾ യു ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. യു ഓഫ് ടി ഈക്വൽ ടു 1 വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 വെൻ ടി ലെസ് ദാൻ 0. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ടൈം ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് 0, ഇത് യു ഓഫ് ടി. അപ്പോൾ 0, 1, 2, 3, 4 അങ്ങനെ പോവും. -1, -2. ഇവിടെ 1ലും 2ലും 3ലും ഒക്കെ ഈ വാല്യൂ 1 ആയിട്ട് നിൽക്കും. ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇതേപോലെ തന്നെ നമുക്ക് ആരുണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റിനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? യു ഓഫ് എൻ എന്നാണ് എക്സ്പ്രസ് ചെയ്യുക. യു ഓഫ് എൻ ഈക്വൽ ടു 1 വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 വെൻ എൻ ലെസ് ദാൻ 0. ടിയുടെ പ്ലേസിലൊക്കെ എൻ ആക്കിയാൽ മതി, ജസ്റ്റ് സിമ്പിളായിട്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് വരച്ച് നോക്കാം. ഇതാണ് എൻ. 0, 1, 2, 3, 4 -1, -2. അപ്പോൾ 0ൽ 1 ആണ്, 1ൽ 1 ആണ്, 2ൽ 1 ആണ്, 3ൽ 1 ആണ്, 4ൽ 1 ആണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കും ഫംഗ്ഷൻ. 0 തൊട്ടിട്ട് റൈറ്റ് സൈഡിലേക്ക് അതിൻ്റെ ഗ്രേറ്റർ ദാനിലുള്ള എല്ലാ വാല്യൂസിലും കോമൺ ആയിട്ട് 1 എന്നുള്ള വാല്യൂവിൽ നിൽക്കും. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എലമെൻ്ററി സിഗ്നലാണ് യൂണിറ്റ് റാമ്പ് സിഗ്നൽ. യൂണിറ്റ് റാമ്പ് സിഗ്നലിനെ നമ്മൾ ആർ ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ടൈമിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 വെൻ ടി ലെസ് ദാൻ 0. ഇതാണ് യൂണിറ്റ് റാമ്പ് സിഗ്നലിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം നമുക്ക്. ആർ ഓഫ് ടി 0, 1, 2, 3, 4. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത 0ൽ ആ സിഗ്നലിൻ്റെ വാല്യൂ 0 ആയിരിക്കും, 1ൽ 1 ആയിരിക്കും, 2ൽ 2 ആയിരിക്കും, 3ൽ 3 ആയിരിക്കും, 4ൽ 4 ആയിരിക്കും. അങ്ങനെ അല്ലേ? ആർ ഓഫ് ടി ഇക്വൽ ടു ടി എന്നാണ്. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0ലൊക്കെ ഇവിടെ ആർ ഓഫ് 1 ആണെങ്കിൽ 1, ആർ ഓഫ് 2 ആണെങ്കിൽ 2. അപ്പോൾ 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 2, അങ്ങനെയാണ് സിഗ്നലിൻ്റെ വാല്യൂ പോകുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകും. ഇതാണ് നമ്മുടെ യൂണിറ്റ് റാമ്പ്, കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് റാമ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ആരുണ്ട്, ഡിസ്ക്രീറ്റ് ടൈം യൂണിറ്റ് റാമ്പ് സിഗ്നൽ ഉണ്ട്. അതാണ് ആർ ഓഫ് എൻ. ആർ ഓഫ് എൻ ഈക്വൽ ടു എൻ വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 വെൻ എൻ ലെസ് ദാൻ 0. ഇതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ നോക്കാം. ദെൻ 0, 1, 2, 3, 4, 5. അപ്പോൾ 0ൽ വാല്യൂ 0 ആയിരിക്കും, 1ൽ ചെറിയൊരു വാല്യൂ ഉണ്ട്, 2ൽ 2 ആയിരിക്കും, 3ൽ 3, 4ൽ 4, 5ൽ 5. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ പോകും, ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകും. അപ്പോൾ അതാണ് യൂണിറ്റ് റാമ്പ് സിഗ്നൽസ് എന്ന് പറയുന്നത്. എലമെൻ്ററി സിഗ്നൽസിൽ ആദ്യത്തെ രണ്ടെണ്ണമാണിത്. ഇനി തേർഡ് വൺ നമുക്ക് നോക്കാം. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇമ്പൾസ്. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിനെ നമ്മൾ ഡെൽറ്റ ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1 വെൻ ടി ഈക്വൽ ടു 0, 0 വെൻ ടി നോട്ട് ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷൻ. ഇമ്പൾസ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഡെൽറ്റ ഓഫ് ടി. അത് 1 ആവുന്നത് അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ മാത്രം.
അതായത് 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ മാത്രമേ ഈ സിഗ്നലിന് വാല്യൂ 1 ഉണ്ട്, ബാക്കിയുള്ള ഇൻസ്റ്റൻസിലൊക്കെ അത് 0 ആയിരിക്കും. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ്, കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഇതേപോലെ ആരുണ്ടാവും? ഡിസ്ക്രീറ്റ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമ്മൾ ഡെൽറ്റ ഓഫ് n എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വെൻ n ഈക്വൽ ടു 0, 0 വെൻ n നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ n 0 ആകുമ്പോൾ മാത്രം ഡിസ്ക്രീറ്റ് ടൈം യൂണിറ്റ് ഇമ്പൾസിന് വാല്യൂ ഉണ്ടാവും. ബാക്കിയുള്ളതിലൊക്കെ അത് 0 ആയിരിക്കും. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ. കണ്ടിന്യൂസ് ടൈമിൽ, ഇത് ഡിസ്ക്രീറ്റ് ടൈമിൽ. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള 3 എലമെൻ്ററി സിഗ്നൽസ്. ഇനി കണ്ടിന്യൂസ് ടൈമിൽ വേറെയുണ്ട്, പാരാബോളിക് ഫങ്ഷൻസ് എന്നൊക്കെ പറയും. അത് ഡിസ്ക്രീറ്റ്ലി ഇല്ല, കണ്ടിന്യൂസിലാണ് നമ്മൾ ജനറലി പറയുക. അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്, ഇമ്പൾസ്, പാരാബോളിക്, പിന്നെ എക്സ്പോണൻഷ്യൽ, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞ ആദ്യത്തെ 3 സിഗ്നൽസ് ആണ് ബേസിക്കലി ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺലി ഈ സബ്ജക്റ്റിൽ മൊത്തം, ഈ സബ്ജക്റ്റിൽ നല്ല ഒരുവിധ എല്ലാ സബ്ജക്ട്സിലും ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഈ പറഞ്ഞ 3 സിഗ്നൽസ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഉള്ള സബ്ജക്റ്റിൽ 6 മോഡ്യൂൾസിലും ഇത് ആവശ്യം വരും. അപ്പോൾ ഈ 3 സിഗ്നൽസ് നിങ്ങൾ നല്ലപോലെ ഓർത്തിരിക്കണം. ഈ കണ്ടീഷൻസും ഓർമ്മ വേണം. അപ്പോൾ ആ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാ മോഡ്യൂൾസിലും അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരിക. അപ്പോൾ കണ്ടീഷൻസ് നന്നായി ഓർത്തിരിക്കുക. പിന്നെ ഒരെണ്ണമാണ് യൂണിറ്റ് പാരാബോളിക്. ഈ യൂണിറ്റ് പാരാബോളിക് നമ്മൾ ജനറലി കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിലാണ് പറയുക. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പാരാബോളിക് സിഗ്നലിനെ നമുക്ക് എന്തെങ്കിലും എങ്ങനെ വേണേൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് ഓഫ് ടി എന്നോ എ ഓഫ് ടി എന്നോ അങ്ങനെ വേണേൽ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ഓഫ് ടി ഈക്വൽ ടു t² 2 വെൻ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 വെൻ t ലെസ് ദാൻ 0. ഇതാണ് കണ്ടീഷൻ. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ പാരാബോളിക് സിഗ്നൽ ആവണമെങ്കിൽ t² 2 എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 0, 1, 2, 3, 4 അങ്ങനെ പോകും. നിങ്ങൾക്ക് കണ്ടീഷൻ കൊടുക്കാം. ആദ്യം 0യിൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും വാല്യൂ, അല്ലേ? ടിക്ക് 0 കൊടുക്കാം. പിന്നെ ടിക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1² 2 1/2 0.5 ഉണ്ടാവും. പിന്നെ 2 കൊടുക്കുമ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 4/2 2. പിന്നെ 3 കൊടുക്കുമ്പോൾ 9/2. അപ്പോൾ 9/2 എന്ന് വെച്ചാൽ 4.5 ഒരുപാട് കൂടുതലാവും. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനൊരു കണ്ടീഷനിൽ സിഗ്നൽ. ഇത് 0.5, ഇത് അങ്ങനെ. അപ്പോൾ ഒരു പാരാബോളിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഇതാണ് പാരാബോളിക്കിൻ്റെ ഷേപ്പ്. ഇതൊരു എലമെൻ്ററി സിഗ്നലിനെയാണ്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൽ പെടുന്ന ഒരു എലമെൻ്ററി സിഗ്നലാണ് യൂണിറ്റ് പാരാബോളിക് സിഗ്നൽ. ഇതാണ് ബേസിക്കലി യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ടോപ്പിക്ക്, എലമെൻ്ററി സിഗ്നൽസ്. ഇതപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ്ടെന്ന് വിചാരിക്കുന്നു. മെയിൻലി പഠിക്കേണ്ടത് ഈ സിഗ്നൽസിൻ്റെയൊക്കെ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഏത് കണ്ടീഷൻസിലാണ് ഈ സിഗ്നൽസ് എക്സിസ്റ്റ് ചെയ്യണേ എന്നുള്ളതാണ് നിങ്ങൾ നന്നായി ഓർത്തിരിക്കേണ്ടത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസിൽ അത് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെയുള്ള പ്രോബ്ലംസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കണ്ടീഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻസ് നന്നായി ഓർത്തിരിക്കുക. പിന്നെ എപ്പോഴും സിഗ്നൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളെപ്പോഴും സിഗ്നൽ വരയ്ക്കാൻ നോക്കണം. അപ്പോൾ വരയ്ക്കാനും പഠിക്കണം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം.